ഹലോ ഒരുവൺ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ബാക്കിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ പറയുന്ന +2 യോഗ്യതയിൽ ഉണ്ടായിരുന്ന എക്സാമിനേഷനൊക്കെ എന്താണ് വരാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു +2 യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന എക്സാമിനേഷനൊക്കെ അയച്ചിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ +2 ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നവരാണ്, അതായത് നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞ് PSCക്ക് വേണ്ടിയിട്ട് എക്സാമിനേഷൻ എഴുതാനുള്ള എന്താണ് യോഗ്യതയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രധാനമായിട്ട് ഈ വീഡിയോ എന്ന് പറയുന്നത്. കാരണം ഈ +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ പ്രധാനമായിട്ട് എഴുതുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സാമിനേഷൻസ്, ഓക്കെ, അല്ലാതെ വരുന്ന എക്സാമിനേഷൻ ഉണ്ട് കേട്ടോ. അത് കൂടാതെ തന്നെ പ്രധാനമായിട്ടും നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്ത് എഴുതുന്ന എക്സാമിനേഷൻസ് ഏതാണ്, അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങൾ അല്ലേ, അതേപോലെ തന്നെ ഈ പറയുന്ന എക്സാമിനേഷൻ അല്ലെ എന്നാണ് നടക്കുന്നത് നിങ്ങൾ അല്ലേ, ഈ പറയുന്ന 2026 പ്രധാനപ്പെട്ട ഈ പറയുന്ന +2 യോഗ്യതയുള്ള പരീക്ഷകൾ ഏതെല്ലാമാണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് നമ്മൾ എന്താണ് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ടും +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ കേട്ടോ. +2 ഏകദേശം +2 ഒക്കെ എന്ത് ചെയ്യുന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് എക്സാമിനേഷൻ എഴുതാൻ പറ്റുന്ന എക്സാമുകൾ എന്ന് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ സിവിൽ പോലീസ് ഓഫീസറാണ് കേട്ടോ. പോലീസിലെ ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസർ, മറ്റൊന്നാണ് സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയും, അല്ലെ ഈ പറഞ്ഞ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകളുണ്ടല്ലോ അല്ലെ, ഈ പറഞ്ഞ ലഹരി വിരുദ്ധ കാര്യങ്ങളൊക്കെ ചെയ്ത് പറയുന്ന അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകൾ, ബീറ്റ് ഫോറസ്റ്റ്, അതിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ഫയർഫോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വിളിക്കാറുള്ള ഈ പറയുന്ന ഫയർഫോഴ്സിലേക്ക് മറ്റുമാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ള എക്സാമിനേഷനൊക്കെ വരുന്നത്. ഇതിൽ ചില കാറ്റഗറികളിലേക്ക് വരുമ്പോൾ, അതായത് ഈ പറഞ്ഞ SC ST OBC വിഭാഗത്തിൽപ്പെടുന്ന ആളുകളിലേക്കൊക്കെ വരുമ്പോൾ ഈ വിദ്യാഭ്യാസ യോഗ്യതയിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നെന്നിരിക്കാം കേട്ടോ. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഈ പറയുന്ന +2 ലെവൽ എക്സാമിനേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, ഇത് കൂടാതെ തന്നെ ബാക്കി പറയുന്ന അസിസ്റ്റന്റ് ലെവലിലുള്ള എക്സാമിനേഷൻസ് ഒക്കെ ചിലപ്പോൾ കാണും കേട്ടോ. അല്ലാതുള്ള പ്രധാനമായിട്ട് ആളുകൾ ഫോക്കസ് ചെയ്തെന്ന് പഠിക്കുന്ന എക്സാമിനേഷൻസ് ആണ് ഈ പറഞ്ഞ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ എന്താണ് വുമൺ എന്നീ പറയുന്ന തസ്തികയിലേക്കാണ്. അപ്പം ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ പറയുന്ന ഈ കൊടുത്തിരിക്കുന്ന തസ്തികകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻസ് എന്ത് ചെയ്തിരുന്നു ഈ പറയുന്ന PSC റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ശരിയല്ലേ. അപ്പം അതിൻ്റെയൊക്കെ എക്സാമിനേഷൻ എന്ന് കാണും എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ടുകളൊക്കെ എന്ത് ചെയ്യുന്നു പ്രധാനമായിട്ടും കുട്ടികൾക്കുണ്ടായിരുന്നു, ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്കുണ്ടായിരുന്നു. അപ്പം അതിനുള്ള ഉത്തരം ഈ പറയുന്ന ആനുവൽ കലണ്ടർ ഇറക്കിക്കൊണ്ട് നമ്മുടെ ഈ പറയുന്ന PSC എന്ത് ചെയ്തിരുന്നു അതിനുള്ള ഉത്തരം എന്ത് ചെയ്തു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഈ പറയുന്ന PSC ആനുവൽ കലണ്ടറിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റിൻ്റെ ആയിക്കോട്ടെ, സിവിൽ എക്സൈസ് ഓഫീസർ ആയിക്കോട്ടെ, സിവിൽ പോലീസ് ഓഫീസർ ആയിക്കോട്ടെ, ഫയർ ആൻഡ് ഈ പറയുന്ന റെസ്ക്യൂ ഫോഴ്സിലേക്ക് പറയുന്ന ഫയർമെൻ ഫയർ വുമൺ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യും എക്സാമിനേഷൻ എന്ന് കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവർ പറയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നോക്കിയേ, അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 564/2025 സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അല്ലേ. അത് വിളിച്ചതിന്റെ എക്സാമിനേഷൻ ഈ പറയുന്ന നടക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും മെയ് ജൂലൈ മാസങ്ങളിലായിട്ടാണ്. ഓക്കെ, മെയ് ജൂൺ ജൂലൈ, അതായത് ഈ 2026 ജനുവരിയാണ് ഇപ്പോൾ അല്ലേ. അപ്പം മെയ് ജൂൺ ജൂലൈ, അപ്പോൾ ആ ഒരു മാസത്തിനിടയിലായിരിക്കും പ്രധാനമായിട്ട് ഇപ്പം സിവിൽ എക്സൈസ് ഓഫീസർ ഓർത്തിരിക്കുക 564/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പരീക്ഷ എന്ത് നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ അടുത്തതാണ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ അല്ലെ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ 550/2025 വുമൺ പോലീസ് കോൺസ്റ്റബിളിനെയാണ് കേരള പോലീസിലേക്കാണ് എന്ത് ചെയ്യുന്നത് അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ഈ പറയുന്ന ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടാണ്. ഓക്കെ, മറ്റേത് മെയ് ആയിരുന്നു, ഇത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മാസങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന എക്സാമിനേഷൻ നടത്താൻ വേണ്ടി ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പറഞ്ഞു. ഒന്ന് ഈ പറയുന്ന സിവിൽ എക്സൈസ് ഓഫീസർ കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അടുത്തത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ 550/2025 കേരള പോലീസിലേക്കാണ് എന്ത് ചെയ്യുന്നത് അതും വിളിച്ചിട്ടുള്ളത്. മൂന്നാമതായിട്ട് വിളിച്ചിട്ടുള്ളത് നോക്കിയേ 552/2025 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അല്ലെ, പറഞ്ഞ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിലേക്കുള്ള ഈ പറയുന്ന തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം 552/2025 വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. നിങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പോൾ അതിൻ്റെ പ്രധാനമായും ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കായിരുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ഡ്രൈവർ, ട്രെയിനി ഈ പറയുന്ന വിഭാഗത്തിലേക്ക് അയച്ചിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ. അപ്പോൾ ചിലതിനകത്ത് നമ്മൾ ഈ പറയുന്ന സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് കൂടാതെ തന്നെ എന്താണ് ഹിന്ദു നാടാർ, മുസ്ലിം, കാത്തലിക്സുകൾ, അതേപോലെ തന്നെ SC ST വിഭാഗത്തിൽപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള
പ്രത്യേകം റിക്രൂട്ട്മെന്റുകളും ഉണ്ട്. ഓക്കെ, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്സും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ പറഞ്ഞ കേരള പോലീസിലേക്കായാലും, ഈ പറഞ്ഞ ഫയർ റെസ്ക്യൂ സർവീസിലേക്കായാലും, ബീറ്റ് ഫോറസ്റ്റിലേക്കായാലും, എക്സൈസിലേക്കായാലും മറ്റും ഈ പറഞ്ഞ സ്പെഷ്യൽ കാറ്റഗറിയിൽ പെടുന്ന നോട്ടിഫിക്കേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, PSC റിലീസ് ചെയ്യാറുണ്ട്. അപ്പം അതും ഈ പറയുന്ന ഏക സമയത്ത് തന്നെയാണ് അത് നടത്തുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നോക്കിയേ, ഫയർ റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ഈ പറഞ്ഞ ഫയർ റെസ്ക്യൂ സർവീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഈ അടുത്തിടെയാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഈ പറഞ്ഞ എക്സാമിനേഷൻ നടത്താൻ പോകുന്നത് ഈ പറഞ്ഞ വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ആ ഒരു സമയത്ത് തന്നെയാണ് ഇത് നടത്തുന്നത്. അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഈ ഒരു സമയം പീരീഡ് തന്നെയാണ് പ്രധാനമായിട്ട് ഈ പറയുന്ന ഈ ഫയർഫോഴ്സിലേക്കോ അല്ലെങ്കിൽ പറഞ്ഞ പോലീസിലേക്കോ ഈ പറഞ്ഞ സ്പെഷ്യൽ കാറ്റഗറി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അതായത് SC, ST, OBC, ലാറ്റിൻ കാത്തലിക്സ്, അതേപോലെ ഈ പറഞ്ഞ കൺവേർട്ടഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ SC ആയിട്ടുള്ള ആളുകൾ, ഈ പറഞ്ഞ SC നിന്നും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ എക്സാമിനേഷൻസും എന്ത് ചെയ്യാണ് ഈ ഒരു സമയത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയം അത് തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ കോമൺ ആയിട്ട് പറഞ്ഞു പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഈ പറഞ്ഞ കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് 563/2025 എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇപ്പോൾ അടുത്തിടെ ഈ പറയുന്ന കഴിഞ്ഞ മാസങ്ങളിലായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്ന പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ, അതായത് നമ്മൾ ഈ പറയുന്ന ആംഡ് പോലീസ് ഉണ്ടല്ലോ, ആംഡ് പോലീസിലേക്കുള്ള വിജ്ഞാപനമായിരുന്നു കേരള പോലീസിലേക്ക്. അത് ഈ പറയുന്ന ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതും ഈ പറയുന്ന എക്സാമിനേഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. ഇതേ സമയത്ത് തന്നെയാണ് ഈ മൗണ്ടഡ് പോലീസ്, ഈ പറഞ്ഞ കുതിര ഒക്കെ പോകുന്ന മൗണ്ടഡ് പോലീസ് ഉണ്ടല്ലോ, മൗണ്ടഡ് പോലീസിനെ അപേക്ഷിച്ചിട്ടുള്ളവർ മനസ്സിലാക്കുക, ഇതേ സമയത്ത് തന്നെയാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, എക്സാമിനേഷൻ കണ്ടക്ട് വേണ്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓർത്തിരിക്കുക, വുമൺ പോലീസ് കോൺസ്റ്റബിൾ 563/2025 കേരള പോലീസിലേക്കുള്ളത് എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിരിക്കുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലേക്കാണ്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ജനുവരി മൊത്തം എടുക്കുക, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് അല്ലേ, മെയ് അങ്ങനെ കണക്കൂട്ടുകയാണെങ്കിൽ 5 മാസം നിങ്ങളുടെ കയ്യിലുണ്ട്. 5 മാസം അല്ലേ, 5 മാസം നിങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പം 5 മാസം നിങ്ങൾ നാളെ തറവായിട്ട് ഒന്ന് പഠിച്ച് തീർച്ചയായിട്ടും ഈ വട്ടം എഴുതിയെടുക്കാന്നുള്ളതാണ്. നിങ്ങളുടെ സമയം എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു വലിയൊരു ഒരു വിഷയമായിട്ട് അവിടെ വരില്ല എന്നുള്ളതാണ്. 5 മാസം ടൈം എന്ന് പറയുമ്പോൾ അത്ര വലിയ പാടില്ല. അത്യാവശ്യം ഈ പറയുന്ന എല്ലാ ടോപ്പിക്കുകളും ഇങ്ങനെ ഒന്ന് പഠിച്ച് ഒന്ന് പോയി ഒന്ന് റിവൈസ് ചെയ്ത് എന്ത് ചെയ്യാൻ വരാൻ പറ്റുന്ന സമയം നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അത് പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏറെക്കുറെ എല്ലാ സിലബസിൻ്റെ ഭാഗങ്ങൾ തന്നെ ആ ഒരു സമയമാകുമ്പോഴത്തേന് എന്ത് ചെയ്യാൻ പറ്റും, തീർക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അല്ലേ. അതായത് നോക്കി ഞാൻ അടുത്ത വരുന്നത് ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കാണ്. ബീറ്റ് ഫോറസ്റ്റ് ഒന്ന് ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഇതാണ്. അതായത് ഈ പറയുന്ന NCA വിശ്വകർമായ, NCA ഹിന്ദു നാടാർ, മുസ്ലിം, ലാറ്റിൻ കാത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ, അതേപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഫയർ ആൻഡ് വൈൽഡ് ലൈഫ്, ഇപ്പോൾ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിലേക്ക് 431, 32, 31, 34, 35 എന്നീ പറഞ്ഞ കാറ്റഗറി നമ്പറിലായിട്ട് വിളിക്കുന്ന എക്സാമിനേഷൻ മെയ്, ജൂൺ, ജൂലൈ എന്നീ പറയുന്ന മാസങ്ങളായിരിക്കും നടക്കുക. മെയ്, ജൂൺ, ജൂലൈ എന്നീ പറയുന്ന മാസങ്ങളായിരിക്കും എന്ത് ചെയ്യുക, നടക്കുക എന്നുള്ളതാണ്. ഓക്കെ, മെയ്, ജൂൺ, ജൂലൈ എന്നീ പറയുന്ന മാസങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വളരെ വ്യക്തമായിട്ട് ഇതിനു വേണ്ടിയൊക്കെ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ AZB അക്കാഡമിയിൽ സല്യൂട്ട് എന്ന പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് CPOയ്ക്ക് വേണ്ടി പഠിക്കുന്നവർ, വുമൺ CPOയ്ക്ക് വേണ്ടി പഠിക്കുന്നവർ, ബീറ്റ് ഫോറസ്റ്റിന് വേണ്ടി പഠിക്കുന്നവർ, സിവിൽ എക്സൈസിന് വേണ്ടി പഠിക്കുന്നവർ, ഫയർ ആൻഡ് റെസ്ക്യൂവിന് വേണ്ടി പഠിക്കുന്നവർ, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിനൊക്കെ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, പറയുന്ന സല്യൂട്ടിലേക്ക് എന്ത് ചെയ്യും, ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. സല്യൂട്ടിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഫെസിലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും, അതുകൊണ്ട് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ നൽകുന്നുണ്ട്, സ്പെഷ്യൽ കറണ്ട് അഫയർ സെഷൻസ് നൽകുന്നുണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് നൽകുന്നുണ്ട്, സ്പെഷ്യൽ ടോപ്പിക് റിവിഷൻ സെക്ഷൻസ് അതിൻ്റെ ഭാഗമായിട്ട് നൽകി വരുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം വരുന്ന എല്ലാ ഈ പറയുന്ന സഹായങ്ങൾ നമ്മുടെ ഭാഗത്ത് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി തന്നെ നമ്മുടെ ഈ പറഞ്ഞ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AZB അക്കാഡമിയുടെ ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യുക. അതല്ല ആപ്പുമായിട്ട് ബന്ധപ്പെട്ടോ കോഴ്സുകളുമായി ബന്ധപ്പെട്ടോ എന്ത് സംശയം ഉണ്ടായാലും ഈ താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ 9995467246 നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സംശയത്തിനും നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നോക്കിയേ, നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ളതെന്ന് പറഞ്ഞാൽ ഏകദേശം 5 മാസത്തോളം ഉണ്ട്. 5 മാസത്തോളം നിങ്ങൾ ഈ പറഞ്ഞ ഒരു പഴയ പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് ഓരോ പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ ഓരോ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്രത്യേകം പഠിച്ചു പോകാൻ വേണ്ടി സാധിക്കും അല്ലെ, അതെല്ലാം സെലക്റ്റീവായിട്ട് എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം പഠനം തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ജനുവരി മാസം നിങ്ങൾക്ക് ഡിസംബർ മാസം പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ 2025 പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇനി ജനുവരി മാസം കളയരുത്. പകരം ഈ ജനുവരി മാസങ്ങൾ എന്നാണ് ഈ വീഡിയോ കാണുന്നത് അവിടെ തൊട്ട് നിങ്ങൾ എന്ത് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് കേട്ടോ. പറയുന്ന
പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരല്ല, അല്ലെങ്കിൽ പറയുന്ന പ്ലസ് ടു ഈ പറയുന്ന ലെവൽ എക്സാമിനേഷൻസ് ഒക്കെ അയച്ചു തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ നിങ്ങൾക്കറിയാം ഈ പറയുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലേ, എല്ലാം വന്നു കഴിഞ്ഞാണ് അല്ലേ. അപ്പം ഇതിൻ്റെയൊക്കെ എക്സാമിനേഷൻ പഠിക്കുന്നുണ്ട്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു PSCയുടെ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ കണ്ടുടനെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഇതുവരെ പഠിക്കാത്തവരാണെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇനിഷ്യേറ്റീവ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മൾ തുടക്കം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് എന്ത് ചെയ്യുക, നിങ്ങൾ മുന്നോട്ടേ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, കൺസിസ്റ്റൻസി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പകുതി നിങ്ങൾ വിജയിച്ചു. ഓക്കെ, പകുതി നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെയാണ് നിങ്ങൾ എന്ത് നേടിയെടുക്കേണ്ടത്. ഓക്കെ, തെറ്റല്ലേ? അപ്പം ഇന്ന് മുതൽ ഈ ഒരു വീഡിയോ കണ്ട് അവസാനിക്കുമ്പോൾ നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കണം, നിങ്ങൾ എന്ത് ചെയ്യും, ഇത് എഴുതി എടുക്കും. അല്ലെങ്കിൽ ഞാൻ അടുത്ത ഈ പറയുന്ന എക്സാമിനേഷൻ എഴുതി ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഞാൻ കാണുന്നുള്ള ദൃശ്യത്തോടു കൂടി തന്നെ പുസ്തകം എടുത്ത് വ്യക്തമായിട്ട് വളരെ സയൻറ്റിഫിക് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വെറുതെ എടുത്ത് പഠിക്കുക എന്നുള്ളതല്ല, പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് കമൻറ്റായിട്ടോ ലൈക്കായിട്ടൊക്കെ എന്ത് ചെയ്യാൻ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.